all, Namaskaram, welcome back to Twinkling Threads. So, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ a very big thank you to everyone out there supporting me and watching my videos. ഞാൻ മുന്നേ ഇട്ട വീഡിയോയിന് എനിക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. ആ സാരി സെയിൽ ആവുകയും ചെയ്തു. വൈറ്റ് ചെക്കോട്ട സാരിയിൽ ഷാഡോ വർക്ക് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പേര് കോൺടാക്റ്റ് ചെയ്തു, വൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ട്. സോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചെക്കോട്ട സാരീസിൻ്റെ ഷെയ്ഡുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എംബ്രോയ്ഡറി ഡിസൈൻ അല്ലെങ്കിൽ വർക്ക് പറയുകയാണെങ്കിൽ ഈ ഷെയ്ഡുകളിൽ ചെയ്തു തരാവുന്നതാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് ഈ പീച്ച് കളറാണ്. ഇതാണ് കളറ്. ഈ ചെക്കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്നുണ്ടല്ലോ, വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊരു ചെക്ക് വീവിങ് പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ഇതാണ് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ. ഇത് 5.5 മീറ്റേഴ്സാണ് ഈ സാരി ഉള്ളത്. ഇതിൽ ബ്ലൗസ് അറ്റാച്ച്ഡ് അല്ല, ബ്ലൗസ് സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ്. കാണുന്നുണ്ടോ? ഇതാണ് എൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ്. സോ ഇതാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് കളറ്. സെക്കൻഡ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. ഒരു പേസ്റ്റൽ യെല്ലോ ഓർ റെഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്താൽ ഭയങ്കര ലുക്കായിരിക്കും ഈ ബ്ലാക്ക് ചെക്കോട്ടയിൽ. അതുപോലെ തന്നെ ഏത് പ്രൊഫഷണൽ ഫീൽഡിലുള്ളവരാണെങ്കിലും, വെദർ ഇറ്റ് ബി ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, ടീച്ചേഴ്സ്, അവർക്ക് പെട്ടെന്ന് ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ചെക്കോട്ട മെറ്റീരിയൽ. അതാണ് ബ്ലാക്ക് ചെക്കോട്ട മെറ്റീരിയൽ. നമുക്ക് തേർഡ് കളറിലേക്ക് പോവാം. തേർഡ് കളർ വന്നിട്ടൊരു ഡാർക്ക് ബ്ലൂ ആണ്. ഈ ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് റോസ് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ വെച്ച് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതാണ് ഡാർക്ക് ബ്ലൂ. ഈ ഭയങ്കര പേസ്റ്റൽ ആയിട്ടുള്ള റോസാണ് നമ്മുടെ ഫോർത്ത് കളർ. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് കളർ. വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ മൂവ് കളറാണ്. ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് കളർ. ലൈറ്റ് റോസ് പോലെ തോന്നും, പക്ഷേ ലൈറ്റ് റോസ് അല്ല, ഒരു മൂവ് കളറാണത്. വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഈസി ടു ക്യാരി ആണ്. നമുക്ക് കേരളത്തിൽ ഇനി സമ്മർ വരുവാണ്. സമ്മർ വരുമ്പോൾ ഭയങ്കര സാരി എടുക്കുമ്പോൾ ചൂടെടുക്കും നന്നായിട്ട്. ഈ കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്താൽ അധികം ചൂടെടുക്കില്ല. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ലൈറ്റ് ആസ് എ ഫെദർ. അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണിത്. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽസിൽ പല വെറൈറ്റി ഉണ്ട്. സ്റ്റിഫായിട്ടുള്ള കോട്ടയുണ്ട്. അത് പല ആൾക്കാർക്കും ഡൗട്ട് വരുന്നതാണ്, ഇത് സ്റ്റിഫായിട്ടുള്ള കോട്ടയാണോ? ഇത് സ്റ്റിഫായിട്ടുള്ള കോട്ടയല്ല. നമുക്ക് ഉടുക്കാൻ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇത്. സോ ഇതൊക്കെയാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ്. ഇതിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ. പ്ലീസ് ഡു വാച്ച് മൈ വീഡിയോസ്, ഷെയർ മൈ വീഡിയോസ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. താങ്ക് യു.